നമസ്കാരം. ലൈവ് മീഡിയ മൂർക്കനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ വീഡിയോ ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നാഷണൽ ക്ലബ്ബ് കുളത്തൂർ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട്. അതിൻ്റെ ലൈവ് നമ്മുടെ ചാനലിൽ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കാണാനുള്ള അവസരം നമ്മുടെ ചാനലിൽ ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐ എം റിയലി സോറി, നമുക്കതിന് കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. നേരത്തെ സംഘാടകരുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ തന്നെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ലൈവ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ലൈവ് ചെയ്തിരുന്ന ഒരു ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ തന്നെ അതൊക്കെ പെയ്ഡ് ആപ്ലിക്കേഷനിലാണ്. അതിൽ ചെറിയ എററും പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ ആപ്ലിക്കേഷനൊക്കെ ഈ ഒരു ലൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടൊക്കെ ഉള്ളൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ വേസ്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മിറ്റിയിൽ ഇങ്ങനെ എതിരഭിപ്രായങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുന്നു. എന്തായാലും നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ അറിയിക്കാനുള്ളത്. നമുക്ക് ആ ലൈവ് ചെയ്യാൻ കഴിയില്ല. കമ്മിറ്റിയിൽ നിന്ന് അവർ നമുക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ഓക്കെ, നാളെ നമ്മളെ കളി വരുന്നത്, പിന്നെ നമ്മളിന്നലെ കമ്മിറ്റി യോഗം കൂടി. അപ്പൊ എല്ലാരും അഭിപ്രായം നാളൊക്കെ എല്ലാവരും വന്നോട്ടെ ലീവും കാര്യമൊക്കെ. പിന്നെ ഓര് വരുന്നവരോട് ഒന്ന് രണ്ട് ആൾക്കാർക്ക് പിന്നെ ലീവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കിട്ടുമോ, കമ്മിറ്റിക്ക് ഒരു 10 രൂപ കിട്ടുമോ, എന്നാ ഓര് ചെയ്തോട്ടെ എന്നുള്ളതില് ഒരാൾക്ക് കൊടുക്കുന്നതിന് അയാള് മാത്രം ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. അപ്പൊ നാളെ ഓക്കെ. അപ്പോൾ അതാണ് വിഷയം. കമ്മിറ്റിക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ലൈവ് ചെയ്യണം. നിലവിൽ അത്ര വലിയൊരു റവന്യൂ ഉള്ള ചാനലൊന്നുമല്ല നമ്മുടേത്. ഓരോ കളികൾക്കും കമ്മിറ്റിക്ക് പൈസ കൊടുത്തിട്ട് ലൈവ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലല്ല നമ്മുടെ ചാനൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഡ്രോപ്പ് ചെയ്യല്ലാതെ വേറെ വഴിയില്ല. പിന്നെ ഞാൻ സ്പോൺസേഴ്സിൻ്റെ സാധ്യതയൊക്കെ ഞാൻ കുറേ തേടിയിരുന്നു. അപ്പോൾ ഓരോ കളിയും സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന അവരെ പരസ്യം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ അത്ര എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മൾ ആ ലൈവ് എടുക്കണ്ട എന്നുള്ളതാണ്. നാട്ടിലുള്ളവർക്ക് കളി കാണാനുള്ള അവസരമുണ്ട്. പ്രവാസികളൊക്കെ തൽക്കാലത്തേക്ക് ഏതെങ്കിലും ടീം ഇതേപോലെ തന്നെ അവർക്ക് കമ്മിറ്റിക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ലൈവ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ലൈവ് കാണുക. അത്രയേ ഇപ്പോൾ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മളെന്തായാലും അത് ഡ്രോപ്പ് ചെയ്യാണ്. നമുക്ക് ഒരുപാട് ചാർട്ട് ചെയ്തിട്ടുള്ള പരിപാടികളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഇന്നേ ദിവസം തന്നെ നെന്മാറ വെടിക്കെട്ടുണ്ട്, അത് നമുക്ക് വീഡിയോ എടുക്കണം. അതുപോലെ തന്നെ 5-ാം തീയതി കുനിശ്ശേരി കുമ്മാട്ടി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കാവശ്ശേരി പൂരമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മൂർക്കനാട് പ്രദേശത്ത് ലക്ഷങ്ങളുടെ ഒരു സ്കാം നടന്നിട്ടുണ്ട്. നിങ്ങളാരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയായിട്ട് ഒരു യുവതി ഇവിടുന്ന് മുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മൂർക്കനാട് വടക്കുംപുറത്ത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മാസങ്ങൾക്ക് മുമ്പേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. തെരുവ് നായ കുറച്ച് പേരെ കടിച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു നായയെ കുഴിച്ചിട്ടത് വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇത്തരം വിഷയങ്ങൾക്ക് വടക്കുംപുറത്ത് ശമനമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവിടെ വീണ്ടും വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. പേയളകിയ നായ 1-2 പേരെ കടിച്ചിട്ടുണ്ട്. പുറത്ത് ഒരു വളർത്തുനായായിരുന്നു, അത് ചങ്ങല പൊട്ടിച്ചോടി മറ്റു 2 നായ്ക്കളെ കടിച്ചതായിട്ടും അതിലൊരു നായ ചത്തതായിട്ടും ഒക്കെ തന്നെ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസും നമ്മൾ ചാനലടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പേരുടെ പ്രതികരണം കൂടെ അതിനകത്ത് കിട്ടാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത്തരം വീഡിയോസ് നാട്ടിലെ പ്രധാനപ്പെട്ട നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോസായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വീഡിയോസ്, നല്ല വീഡിയോസ് കൂട്ടായ ഭാഗത്ത് പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൊന്നാനിയിൽ അങ്ങനെ കുറച്ച് അതൊക്കെ സസ്പെൻസാണ്. നല്ല എപ്പിസോഡുകളായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ വാക്ക് തരികയാണ്. കാരണം അത്രയും ഭംഗിയായിട്ടാണത് നമ്മളത് കോർഡിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കുകയാണ്. ഈ ഒരു പ്രശ്നം കൊണ്ടാണ്, അല്ലാതെ നമുക്ക് പേഴ്സണലായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ കളി ആദ്യം മുതൽ അവസാനം വരെ, ഇപ്പം നമ്മൾ MFL അതുപോലത്തെ നമ്മളെ പ്രാദേശികമായിട്ടുള്ള കളികളൊക്കെ നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ അപ്പോൾ കമ്മിറ്റി ഈ ഒരു രീതിയിൽ നമ്മളോട് സമീപിക്കുമ്പോൾ നമുക്ക് അതിന് താല്പര്യം ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ എന്തായാലും തുടർന്നും നമ്മുടെ ചാനലിൽ വിവിധങ്ങളായിട്ടുള്ള വീഡിയോകളെല്ലാവരും പ്രതീക്ഷിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ സോറി പറയാണ്.
ഈ ഒരു അവസ്ഥയിൽ അത് ലൈവ് ചെയ്യാൻ കഴിയാത്തതിൽ. ഓക്കെ, അപ്പോൾ തൽക്കാലത്തേക്ക് സൈൻ ഔട്ട് ചെയ്യാണ്. ഇന്ന് രാത്രി നമ്മുടെ നെന്മാറ വെടിക്കെട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ 2 ദേശത്തിൻ്റെ, നെന്മാറ ദേശത്തിൻ്റെയും വല്ലതെങ്കി ദേശത്തിൻ്റെയും ഒക്കെ തന്നെ വീഡിയോകൾ, വെടിക്കെട്ടിൻ്റെ വീഡിയോകൾ കൃത്യമായി നന്നായിട്ട് നല്ല നിങ്ങൾക്ക് നേരിട്ട് കാണുന്ന ഒരു അനുഭൂതി തരുന്ന രീതിയിൽ തന്നെ നമ്മൾ വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. നിരവധിയായിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ വരാൻ കാത്തിരിപ്പുണ്ട്. ഓക്കെ, ബൈ.